ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം കേട്ടോ. എൻ്റെ ദുആ എല്ലാവരും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി, അതുപോലെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതേപോലെ മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ധൈര്യം ചോർന്നു പോകുന്നൊരവസ്ഥ വരില്ല, ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്കില്ല പേടിയോ ഭയമോ, അതുപോലെ എന്താ പറയുക, മനസ്സിന് ധൈര്യം ഇല്ലാത്ത അവസ്ഥ, അങ്ങനത്തൊരവസ്ഥ നമുക്ക് റബ്ബ് തരൂല. പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. ഞാനും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടറിയിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കെല്ലാം ഹലാലായ വഴി അല്ലാഹു തുറന്നു തരട്ടെ. അതേപോലെ എന്താ പറയുക, കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക്, ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ടാവില്ല, അവർക്കെല്ലാം അല്ലാഹു ഹൈറായ രീതിയിൽ കടം വീട്ടാണ് വഴി കാണിച്ചു തരട്ടെ. ഇതാണ് ആ പ്രാർത്ഥന കേട്ടോ. ഈ ഒരു പ്രാർത്ഥന നമ്മളിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണ ചൊല്ലാൻ പറ്റിയത്രയും നല്ലതാണ്. അല്ലെങ്കിൽ രാവിലെ സുബഹിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം ഒരു 11 തവണ അല്ലെങ്കിൽ 7 തവണ ചൊല്ലുക കേട്ടോ. പിന്നെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സൗണ്ട് എന്താ പറയുക, തൊണ്ടയിൽ ചെറിയൊരു സൗണ്ട് അടഞ്ഞ പോലെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ശരിക്കും പറയാൻ കഴിയാത്തത്. ഈ ഒരു പ്രാർത്ഥനയില്ലേ, നമ്മൾ പിന്നെ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ചെല്ലുക. ഒന്നെങ്കിൽ മഗ്‌രിബിന് ശേഷം, പിന്നെ സുബഹിക്ക് ശേഷം ഒരു കണക്ക് വെച്ച് ചെല്ലുക. 11, 7, 11 എത്രയെങ്കിലും ചെല്ലുക. അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് തന്നെ പതിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതാണ് ദുആ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട്, അതുപോലെ എന്താ പറയുക, പിന്നെ എല്ലാ ബുദ്ധിമുട്ടും, മനസ്സിന് ധൈര്യം ഇല്ലാത്തൊരവസ്ഥ ഒന്നും ഉണ്ടാവില്ല മനസ്സിൽ. ഈ ഒരു പ്രാർത്ഥന പതിവാക്കി നമുക്ക് മനസ്സിന് ധൈര്യം ഉണ്ടാവും. മനസ്സിന് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ, അതുണ്ടാവില്ല. ആ ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള ആളുകളും ഇല്ലാത്ത എന്താ പറയുക, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളെല്ലാം എന്താ പറയുക, ഈ പ്രാർത്ഥന പതിവാക്കുക. അതേപോലെ എന്താ പറയുക, 5 വക്ത് നിസ്കാരം, പിന്നെ ഞാൻ ആദ്യം എന്നോട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, 5 നിസ്കാരം കളാക്കാതെ അതിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റുക നിസ്കരിക്കുക, കളാക്കാതെ നിസ്കരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ എന്താ പറയുക, പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അയൽവാസികൾക്ക് വേണ്ടിയിട്ടും, മക്കൾക്ക് വേണ്ടിയിട്ടും, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും. അതുപോലെ എന്താ പറയുക, മക്കളെ കൊണ്ടും ഭർത്താക്കന്മാരെ കൊണ്ടും ഭാര്യമാരെ കൊണ്ടും അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. അവർക്ക് അല്ലാഹു നല്ലൊരു ജീവിതം കൊടുക്കട്ടെ. പിന്നെ കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് കടം വീട്ടാനുള്ള ഹലാലായ വഴി അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ഒരു ദിവസം ഒരു നിസ്കാരത്തിന് സമയം ഒരു ദിവസമെങ്കിലും സുബഹിക്ക് ഏറ്റവും നല്ലത് നമ്മളെല്ലാം ലോകത്തിലെ എല്ലാ മുഅ്മിനുകൾക്ക് വേണ്ടിയിട്ട്, മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രാർത്ഥന എളുപ്പം അല്ലാഹു സ്വീകരിക്കും. പെട്ടെന്ന് നമ്മൾ ആ ഒരു പ്രാർത്ഥന നമ്മളെന്നും നടത്തുകയാണെന്നുണ്ടല്ലോ, പിന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം തരും. അത് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. മലയാളത്തിലായാലും മലയാളത്തിൽ, അറബിയാണെങ്കിൽ അറബിയിൽ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി. ഒരു പ്രാർത്ഥന ഒരുപാട് രീതിയിലുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്, മലയാളത്തിലാണെങ്കിൽ അല്ലാഹു ലോകത്തിലെ എല്ലാ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും സമാധാനം നൽകണേ എന്തെങ്കിലും പിന്നെ പ്രാർത്ഥിക്കുക. ആ ഒരു പ്രാർത്ഥനയും കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. അതുപോലെ മാതാപിതാക്കൾക്ക് നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിലും നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളും അദ്കാറുകളൊക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ ചൊല്ലിയതിന് ശേഷം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മുടെ കാര്യം നമ്മൾ പറയേണ്ടത്. ആ ഒരു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും പെട്ടെന്ന് ഉത്തരം നൽകും. അപ്പോൾ എല്ലാവരും അത് ശീലമാക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. നിങ്ങളുടെ കുടുംബത്തിലും മക്കളും മാതാപിതാക്കളും കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഷെയർ ചെയ്തെടുക്കണേ. ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യുന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.